നമസ്കാരം. കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ എങ്ങനെ ഇടപെടാനാകുമെന്ന് താൻ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു. കേസിൽ ഇഡി അസാധാരണ നടപടികൾ എടുക്കുമ്പോഴാണ് ഈ വിഷയം മോദി അടക്കം ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. ഇതോടെ കരുവന്നൂർ കേസിൽ കൂടുതൽ അറസ്റ്റ് അടക്കം ഉണ്ടാകുമെന്ന അഭ്യൂഹവും ചർച്ചകളിൽ എത്തുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ബാങ്കുമായി ബന്ധപ്പെട്ട് ഇഡി പിടിച്ചെടുത്ത 90 കോടി രൂപയുടെ സമ്പാദ്യം നിക്ഷേപകർക്ക് തിരികെ നൽകുവാനുള്ള നീക്കം അത് എത്രയും പെട്ടെന്ന് നടത്താൻ ഇഡിയോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. CBIയും ഇഡിയും രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണത്തിൽ അടിസ്ഥാനമില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ അന്വേഷണ ഏജൻസികളെ അനുവദിക്കേണ്ടതുണ്ട് എന്നും പ്രധാനമന്ത്രി പറയുകയുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് അഴിമതിക്കാരെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം കരുവന്നൂർ ജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്യുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നും തൃശ്ശൂരിലെ ജയത്തിന് കരുവന്നൂർ അനിവാര്യമാണ് എന്ന് മോദിക്ക് വളരെ കൃത്യമായിട്ടറിയാം. അതാണ് ചെയ്യുന്നത്. ഇതിനൊപ്പം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. രാഹുൽ തരംഗം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ശ്രമം. ഒപ്പം തന്നെ കരുവന്നൂരും ഈ സഹകരണ കൊള്ളയുമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് CPMനെ തളർത്തുന്ന മോദി രാഹുലിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ ചില വിള്ളലുകൾ ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമവും മോദി നടത്തുന്നുണ്ട്. വളരെ രാഷ്ട്രീയപരമായിട്ട് നീക്കമാണ്. കോൺഗ്രസിൻ്റെ യുവരാജ് വടക്കേ ഇന്ത്യയിൽ നിന്ന് മോഡി തെക്കേ ഇന്ത്യയിലെ വയനാട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിയാനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് എന്നും അത് കഴിഞ്ഞാൽ മറ്റൊരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം ഏപ്രിൽ 26-ന് ശേഷം വരുമെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. കോൺഗ്രസ് നേരത്തെ തന്നെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞതാണ് എന്നുകൂടി പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് പറയുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കലാണ് BJPയുടെ ലക്ഷ്യമെന്ന് ഊന്നി പറയുന്നുണ്ട് പ്രധാനമന്ത്രി. തൃശ്ശൂരിലെ ജയമാണ് അതിൽ പ്രധാനം. ഇതിനൊപ്പം തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട് എന്നിവിടങ്ങളിലൊക്കെ BJP വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളുമാണ്. അപ്പോൾ ഈ പ്രതീക്ഷകൾ വച്ചു പുലർത്തുമ്പോൾ തന്നെ മോദി പുതിയ തലത്തിലേക്ക് ഇവിടുത്തെ ചർച്ചകളെ കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വോട്ടെടുപ്പിന് മുമ്പ് ഇനിയും മോദി കേരളത്തിലേക്ക് എത്തുമെന്നുള്ള പ്രചരണം വരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് മോദി കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ള ഉറപ്പ് നൽകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഉറപ്പ് നൽകിയാൽ കരുവന്നൂരിലെ ജനങ്ങൾ കുറച്ചുകൂടി ശാന്തരാകുകയും സമാധാനപ്രിയരാകുകയും ഒപ്പം തന്നെ കരുവന്നൂരിലെ വിഷയം പരിഹരിക്കപ്പെടുന്നു എന്നവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിക്ക് അത് വളരെ വലിയ വിജയസാധ്യതകൾ നൽകുന്നുണ്ട് എന്നുകൂടി പറയാം. ഈ വിജയസാധ്യതകൾ എന്ന് പറയപ്പെടുന്നത് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങുന്നല്ല. BJPയുടെ അക്കൗണ്ട് തുറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ആറ്റിങ്ങലും തിരുവനന്തപുരവും ഒപ്പം തന്നെ ആലപ്പുഴയും പാലക്കാടുമൊക്കെ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. പത്തനംതിട്ടയുമൊക്കെ. അങ്ങനെ 6ഓളം മണ്ഡലങ്ങളിൽ വിജയസാധ്യത പൂർണ്ണമായും വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം. അതായത് ഏകദേശം കേരളത്തിൽ നിന്നൊരു 6-7 സീറ്റുകൾ വരെ നേടിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല 2-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ 1-ാം സ്ഥാനം തൃശ്ശൂരിനാണ്, 2-ാമത് തിരുവനന്തപുരമാണ്, 3-ാമത് പത്തനംതിട്ടയാണ്, 4-ാം സ്ഥാനം ആലപ്പുഴയ്ക്കാണ്, 5-ാം സ്ഥാനം 5-ഉം 6-ഉം സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടുന്നത് ഈ പാലക്കാടും ഒപ്പം തന്നെ ആറ്റിങ്ങലുമാണ്. അങ്ങനെ 6ഓളം നിയോജക മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളിലാണ് BJP മുന്നോട്ട് പോകുന്നത്. ആ കണക്കുകൂട്ടലുകൾ ശരിയാകുമോ? അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ? കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലപ്പോൾ അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒരു മാറ്റം പ്രതീക്ഷിച്ചേക്കാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും പാലക്കാടും പത്തനംതിട്ടയിലുമൊക്കെ ഏത് തരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്? ആ പ്രതീക്ഷ എന്തൊക്കെയാണ് എന്ന് അറിയേണ്ടതുണ്ട്. അതുമാത്രമാണോ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും ഉറപ്പ് പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ മനസ്സ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണോ? അതോ ഈ വോട്ടിംഗ് മെഷീനിൽ ചില ക്രമക്കേടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണവും നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. കാരണം അതൊക്കെ വലിയ വിഷയങ്ങളും വിവാദങ്ങളും ആകുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും 6ഓളം മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് BJP എന്ന് പറയപ്പെടുന്നവരും. അതിൽ 1-ാം സ്ഥാനത്ത് തൃശ്ശൂർ തന്നെയാണ്. 2-ാം സ്ഥാനം രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരത്താണ്. മറ്റൊന്ന് 3-ാം സ്ഥാനത്തേക്ക് എത്തുന്നത് ആലപ്പുഴയാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ. 4-ാം സ്ഥാനം പത്തനംതിട്ടയിലാണ്. 5-ാം സ്ഥാനം ആറ്റിങ്ങലും 6-ാം സ്ഥാനം പാലക്കാടും വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. അതിന് വലിയ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയ ശ്രദ്ധ നേടുന്ന ഒരിടമായി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് മാറുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ 2024 തിരഞ്ഞെടുപ്പിന് ഉണ്ട്.